കോലുവള്ളി കമ്പിപ്പാലത്തിന് അപകടഭീഷണിയായ മരം മുറിച്ചു മാറ്റാനായില്ല. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ. ചെറുപുഴ ഈസ്റ്റളരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കോലുവള്ളിയിലുള്ള കമ്പിപ്പാലം പുഴയോരത്തെ മരം വേരടന്ന് ചാഞ്ഞതാണ് പാലത്തിന് അപകട ഭീഷണിയായത്. പാലത്തിൻ്റെ അപകടാവസ്ഥ മുന്നിൽ കണ്ട് കോലുവള്ളി ഭാഗത്ത് പാലം രാവിലെ മുതൽ താൽക്കാലികമായി അടച്ചിരുന്നു. പാലത്തിൻ്റെ മുനയംകുന്ന് ഭാഗത്താണ് മരം പിടർന്ന് അപകട ഭീഷണി ഉയർത്തിയത്. പാലത്തിന് കുറുകെ മേൽഭാഗത്ത് വള്ളിപ്പടർപ്പിൽ തങ്ങി നിൽക്കുന്ന സ്ഥിതിയിലാണ് മരമുള്ളത്. ഇത് പാലത്തിലേക്ക് വീണാൽ പാലം തകരാനിടയാകും. അതുകൊണ്ട് തന്നെ ക്രെയിൻ എത്തിച്ച് വടമിട്ട് കെട്ടി ഉയർത്തി നിർത്തി തന്നെ മുറിച്ചാൽ മാത്രമേ പാലത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനാവൂ എന്ന് നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനായി ക്രെയിൻ എത്തിച്ചത്. ഈസ്റ്റളരി പഞ്ചായത്ത് പ്രസിഡന്റ് മെഴ്സി മാണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, ചെറുപുഴ പഞ്ചായത്ത് അംഗം KD പ്രവീൺ, ഈസ്റ്റളരി പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പാലത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കി മരം മുറിച്ചു മാറ്റേണ്ടത് ശ്രമകരമായ പ്രവൃത്തിയായതിനാൽ രാവിലെ മാത്രമേ പ്രവർത്തനം ആരംഭിക്കാനാവൂ എന്നാണ് ബന്ധപ്പെട്ടവർ പറഞ്ഞത്. മരം മുറിക്കുമ്പോൾ കൂടുതൽ സുരക്ഷാ നടപടികൾ അത്യാവശ്യമായതിനാൽ വെള്ളിയാഴ്ച രാവിലെ മാത്രമേ മരം മുറിക്കൽ നടപടി നടത്താനാവൂ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. അതേസമയം രാത്രി കൂടുതൽ ശക്തമായ മഴയോ കാറ്റോ ഉണ്ടായാൽ പാലത്തിൻ്റെ സ്ഥിതി അപകടത്തിലാവാനും സാധ്യതയുണ്ട്. സംഭവമുണ്ടായ വ്യാഴാഴ്ച രാവിലെ ചെറുപുഴ പഞ്ചായത്ത് അംഗം KD പ്രവീണിൻ്റെ നേതൃത്വത്തിൽ റെസ്ക്യൂ സേനാംഗങ്ങളെത്തി സ്ഥിതി നിരീക്ഷിച്ചിരുന്നു. അനിൽകുമാറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ പൈസയായിട്ട് കിട്ടുമായിരിക്കും. ടെസ്റ്റിച്ച് കടന്നു പോകാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് പട്ടിക ഇതും അടിച്ചത് കൊണ്ട് ടെസ്റ്റിച്ച് ഇപ്പോൾ കടന്നു പോകുന്നു. നൂറുകണക്കിന് ആൾക്കാർ ഇതിലേക്ക് കയറി പോകുന്നതാണ്. 37 വർഷം പഴക്കമുണ്ട്. KM മാണി സാർ റവന്യൂ മന്ത്രി ആയിരുന്ന കാലത്ത് 92-ൽ 1 ലക്ഷം രൂപ തന്നു. ബാക്കി ജനങ്ങൾ പൊതുപ്പണിയായിട്ട് സംഘടിപ്പിച്ചതാണ്. MLAക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്, പൊതുവും കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് പാലത്തിനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.